റിവ്യൂ കണ്ടിട്ട് നല്ല പറയുന്നത്. ആൾക്കാർക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒരു ഹാപ്പി എൻഡിങ് അല്ലല്ലോ. ഒരു റിയൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ആ ഒരു രീതി കാണുക. പക്ഷെ പലരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം അതൊരു അംഗീകാരമല്ലേ? ഉറപ്പായിട്ടും ആൾക്കാർ കണ്ടിട്ട് എന്ത് ബോർ അഭിനയാന്ന് പറയാത്തിടത്തോളം കാലം ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പം ഇതിപ്പോൾ കുഴപ്പമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. പെർഫോമൻസ് കുഴപ്പമില്ലാതെ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതിൽ സന്തോഷം. ഇപ്പം ഞാൻ കണ്ടിട്ടിറങ്ങുന്നത് ഏത് സിനിമയാണെന്നറിയാമല്ലോ? ഏത് സിനിമ? സീക്രട്ട് ഹോം. സത്യം പറഞ്ഞാൽ അവിചാരിതമായിട്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്, അവിചാരിതമായിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് എത്തിയത്. കാരണം എന്നോടൊപ്പം ചാട്ടുളി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്ത അമൽ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ടാണ് ഇത് കാണാനായിട്ട് വന്നത്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം റിയലാണ്. എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് നടന്ന സംഭവമാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആറ്റിങ്ങൽ സംഭവം, ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം. അന്ന് പലരും ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞപ്പോഴും പലരും അവരെ ഒരുപാട് ദ്രോഹിച്ചപ്പോഴും എനിക്ക് തൊണ്ടയിടറുന്നുണ്ട്. ഞാൻ മാത്രമായിരുന്നു ആ കുട്ടിയെ ആ വീട്ടുകാർക്കും സപ്പോർട്ടായിട്ട് നിന്നതും പറഞ്ഞത്. പക്ഷേ അന്ന് മുഖ്യധാരയിൽ എൻ്റെ വാക്കുകൾക്കോ അതിനൊന്നും ആരും വില കൽപ്പിച്ചില്ല. നീതി താമസിച്ചാണ് നമുക്കൊരു നീതി കിട്ടുന്നതെങ്കിൽ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സത്യം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ താന്നു കിടക്കുന്നതാണ്. കള്ളം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും. പക്ഷെ ഒരു നാൾ ആ സത്യം പുറത്തേക്ക് പൊങ്ങി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ കള്ളമെല്ലാം മാറും. പക്ഷേ സത്യം ലേറ്റായിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത്രയും നാൾ ആ വ്യക്തി അനുഭവിക്കുന്ന പീഡനങ്ങൾ, അല്ലെങ്കിൽ ആ മാനസിക പ്രയാസങ്ങൾ, ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഭയങ്കര വിഷമമാണ്. ഇന്ന് ഈ സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. ഇപ്പോൾ ആ കുട്ടിക്ക് കാഴ്ച പോലും പ്രശ്നമാണ്. ഞാൻ കാണുന്നതാണ്. എൻ്റെ വീട് നോക്കുന്നത് പോലും ആ വീട്ടുകാരാണ്, അവരെയാണ് എൻ്റെ വീട് ഏൽപ്പിച്ചിട്ട് വരുന്നത്. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയൊരു കഥ, അനുഭവ കഥ ഇവിടെ ഇന്ന് നമ്മുടെ സ്ക്രീനുകളിൽ തുടങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഞാനിത് കണ്ട റിയൽ ലൈഫാണല്ലോ, എൻ്റെ മുന്നിൽ നടന്ന കഥയാണല്ലോ ഇതെന്ന്. ഏറ്റവും ഗംഭീരമായി തന്നെ അദ്ദേഹം സംവിധായകനെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് സീക്രട്ട് ഹോം. ഞാനൊക്കെ പ്രതീക്ഷിച്ചെന്നും എത്രയോ ഉയരങ്ങളിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല സ്ക്രിപ്റ്റ്, നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പടം കണ്ടപ്പോൾ എന്തോളം തോന്നി. ഇത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല. നടക്കുന്ന സംഭവമാണ്. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കുറിച്ചാണ്, അവിധ ബന്ധങ്ങൾ. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും ഈ പരിധി ഒന്നും ചെയ്യരുത്. പിന്നെ എല്ലാവരും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ശ്രീവതി അപർണദാസ് ആണെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഒരു ഡിസ്റ്റർബിങ് ടോപ്പിക്കാണ്. പ്രസ് മീറ്റിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ടുവന്ന് കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഒരിക്കലും റെക്കമെൻഡ് ചെയ്യും. കുട്ടികളെ കാണാതിരിക്കുന്നതല്ല, കപ്പിൾസ് ഫാമിലിയായിട്ട് പുതിയ കപ്പിൾസ് വന്ന് കാണും. കുട്ടികളെ കാണിക്കരുത്. പിള്ളേരെ ഓർത്തെങ്കിലും ഇങ്ങനത്തെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൽ പോയിരിക്കുക. പക്ഷേ എങ്ങനെ ജോലിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല. അല്ല, ഒരാളോട് ക്രഷ് തോന്നുന്നതിന് അത്രയില്ലല്ലോ. അല്ല, ഒരാൾ കല്യാണം കഴിച്ച ശേഷം വേറെ ആളുടെ പുറകെ പോകുന്നത് ശരിയല്ല. ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നത്. ഒരുപാട് കുടുംബം നശിച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ല, ഒരു കല്യാണം കഴിച്ച എന്താ ചോദിച്ചോ? അങ്ങനെ ക്രഷ്, ഇപ്പം കല്യാണം കഴിച്ച ഒരാളോട് ക്രഷ് തോന്നിയത് ശേഷമാണ് കുഴപ്പമില്ല. ഒരാളായിട്ട് ബന്ധമുള്ള സമയത്ത് വേറെ ആളുടെ പുറകെ പോകുന്ന ആ വ്യക്തിഗതിക്ക് മാത്രമല്ല, കുടുംബത്തെ നശിപ്പിക്കുക. ആ പിള്ളേരെങ്കിലും ഓർത്തുന്ന ചെയ്യരുത്. മൂവിയുടെ ക്ലൈമാക്സ് ഇങ്ങനെ പ്രതീക്ഷിച്ച പോലെയാണോ? പ്രതീക്ഷിച്ച പോലെയാണ്. നല്ല മൂവി തന്നെയാണ്. ഈ കാലത്ത് നടക്കുന്ന റിലവൻ്റ് ടോപ്പിക് നടന്ന കാര്യമാണ്. നല്ല മൂവിയാണ്. ലാഗ് ഒന്നുമില്ല. പക്ഷെ വളരെ സോഷ്യലി കമ്മിറ്റ് മെസ്സേജാണ്. എല്ലാവരും പോയി കാണണം പടം. പിള്ളേരെ കൊണ്ട് കാണിക്കരുത്. എനിക്കൊറ്റ കാര്യം പറയുന്നത്, മക്കളെ ഓർത്തെങ്കിലും അവരുടെ ബന്ധങ്ങൾ വായിക്കുക. നമ്മുടെ ഇത് മറ്റേ പടത്തിൻ്റെ പേരെന്ത്? സീക്രട്ട് ഹോം. അപ്പോൾ ഞാൻ 10 മിനിറ്റ് നമ്മളെ കയറി. ഇതൊരു മിസ്റ്റർ ഡ്രാമ, ക്രൈം ത്രില്ലർ ഡ്രാമയാണ്. ശിവതയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ശിവതയാണെങ്കിലും അപർണദാസ് ആണെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചന്തുനാഥിൻ്റെ പെർഫോമൻസ് ഗംഭീരമാണ്. പിന്നെ ഇതൊരു മാലപ്പർവ്വതം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയ സിനിമയാണ്. ഇപ്പോൾ നിരന്തരം പെണ്ണുങ്ങളാണ് കൊലപാതകത്തിലേക്ക് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത് ഡെയിലി ലൈഫിൽ. അപ്പോൾ അത് മാറണം. ആക്രമണം നല്ലതല്ല. അത് പഠിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് തന്നെ സ്വഭാവമായിട്ട് എടുക്കുന്നതല്ലല്ലോ. അപ്പോൾ അതിൽ കാണിക്കുന്നത് പ്രായമായ സ്ത്രീയായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ആ ഒരു സംഭവം വരുന്നത്. നമുക്ക് പ്രായമായ സ്ത്രീയെ തൊട്ട് ഇത് പ്രേക്ഷകർക്ക് എങ്ങനെ ഉണ്ടാവും, ഇത് മറ്റുള്ളവർ എങ്ങനെ സ്വീകരിക്കുന്നു തോന്നുന്നുണ്ടോ? കണക്ട് ആവൂല. ആർക്ക് പലർക്കും ഇഷ്ടപ്പെടില്ല ഈ സിനിമ. എന്തുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ല? മറ്റേ ഒരു പ്രായമായ സ്ത്രീയായിട്ട്
ഒരു ചെറുപ്പക്കാരൻ ഇടപെടുന്ന ശാരീരികമായിട്ട് ഇടപെടുന്നത്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ, എങ്ങനെ തന്നെ എല്ലാവരുടെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെ ആകണമെന്നുണ്ടോ? ഇല്ലല്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണെങ്കിലും എല്ലാവർക്കും കണക്ട് ആവില്ല സിനിമ. എനിക്ക് കണക്ട് ആയി, കുഴപ്പമില്ല. എനിക്കിഷ്ടായി, കുഴപ്പമില്ല. എല്ലാവർക്കും കണക്ട് ആവും. ആ ഒരു സംഭവം സിനിമയിൽ ആദ്യമായിട്ടാണ് കാണിച്ചത്. മറ്റേ ഒരു ഒരേ പ്രായത്തെ ആൾക്കാരായിട്ട് ബന്ധത്തിൽ കുഴപ്പമില്ല. അത് പ്രായമായ ആളുകളായിട്ടുള്ള പ്രായം കൂടിപ്പോയതുകൊണ്ടാണോ പ്രശ്നം? പ്രായം കൂടിപ്പോയിട്ടുണ്ട്. ഓക്കെ, സംഭവിച്ച കഥയല്ലേ, റിയൽ സ്റ്റോറിയല്ലേ. റിയൽ സ്റ്റോറി ആയതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാവരും. കുഴപ്പമില്ല. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്, പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. താങ്ക് യു.